ഹായ്, നമസ്തേ സ്റ്റുഡൻസ്. എൻ്റെ പേര് രാജേഷ് എന്നാണ്. ഞാൻ ഏതാണ്ട് 30 വർഷത്തോളം ആയി ഈ ട്യൂഷൻ ഫീൽഡിലുണ്ട്. എൻ്റെ വിഷയം എന്ന് പറയുന്നത് ഹിന്ദിയാണ്. അതുകൊണ്ടാണ് രാജേഷ് ഹിന്ദി ചാനൽ എന്ന് പറഞ്ഞിട്ട് ഹിന്ദിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുകയും പിന്നീട് ഒരു 8, 9, 10, +1, +2 അങ്ങനെ ഓരോ പാഠങ്ങളായിട്ടൊക്കെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ നിങ്ങൾക്കറിയാം, ഹിന്ദി എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രഭാഷയാണ്. അപ്പോൾ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത്, അതിൻ്റെ 51% കൂടുതൽ ആൾക്കാർക്ക് ഒന്നുകിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ വായിക്കുവാനോ എഴുതുവാനോ ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഷയാണ് നമ്മുടെ ഹിന്ദി ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഷയാണ് ഇംഗ്ലീഷ്. ഞാൻ ഈ പറയാൻ കാര്യം, ഈ രണ്ട് ഭാഷകളും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സംസാരിക്കാനോ എഴുതാനൊക്കെ പറ്റും എന്നുണ്ടെങ്കിൽ, ഹിന്ദി അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭാരതത്തിലെവിടെ വേണോ, ചിലപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു നല്ല ജോലി കിട്ടി ഇന്ത്യയുടെ മറ്റ് സ്റ്റേറ്റുകളിലേക്ക്, കേരളം വിട്ട് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകുമ്പോൾ ഈ ഭാഷയുടെ ഒരു ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇംഗ്ലീഷ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോകത്ത് എവിടെ വേണം പോകും. അപ്പോൾ ഈ രണ്ട് ഭാഷകളും അറിയാം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ അസറ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഹിന്ദി ഭാഷയിലേക്ക് തന്നെ വരാം. പിന്നെ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് പോലെയാണ്. ഇതിപ്പോൾ ചെറിയ ക്ലാസ് മുതൽ ഞാൻ പലപ്പോഴും എനിക്ക് നേരിട്ട് അനുഭവപ്പെട്ടിട്ടുള്ള കാര്യമാണ്. 7, 8, 9 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഹിന്ദി വായിക്കുന്നതിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു പ്രധാനം എന്ന് പറഞ്ഞാൽ ശരിക്കും ബേസ് കിട്ടാത്തതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കറിയാം, മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഏത് ഭാഷയാണെന്നുണ്ടെങ്കിലും അക്ഷരങ്ങൾ കാണാതെ എഴുതുവാനും അത് നമുക്ക് വായിക്കുവാനും ഒക്കെ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു ഭാഷയായാലും വായിക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റുകയുള്ളൂ. അപ്പോൾ മലയാളത്തിലാണെങ്കിൽ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളുമുണ്ട്. ഹിന്ദിയിൽ അത് സ്വർ ഔർ വ്യഞ്ജൻ എന്ന് പറയും. ഇംഗ്ലീഷിൽ വൗവൽസ്, AEIOU സ്വരാക്ഷരങ്ങളും അതുപോലെ തന്നെ കോൺസണൻസ്, അത് ഒഴിച്ചിട്ട് 5 അക്ഷരങ്ങൾ ഒഴിച്ചിട്ട് ബാക്കിയുള്ള വ്യഞ്ജനാക്ഷരങ്ങളും ചേർന്നതാണ്. അപ്പം ഞാൻ ഈ ഹിന്ദി എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രഭാഷ, ആ രാഷ്ട്രഭാഷ എന്നുള്ള കാരണം ഞാൻ പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഒന്നാമത്തെ ഭാഷ എന്ന് പറയുന്ന ഹിന്ദിയാണ്. ആദ്യത്തെ 10 ഭാഷകൾ എടുത്താൽ 10ാമത് വരുന്നത് മലയാളമാണ്. അപ്പോൾ പലപ്പോഴും പല കുട്ടികൾക്കും ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാനുള്ള കാരണം സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും അവർക്ക് വ്യക്തമായി തിരിച്ച് പറയാനോ അല്ലെങ്കിൽ ഓർമ്മിച്ചെടുക്കാനോ പറ്റാത്തതാണ്. അതായത് ഇപ്പോൾ ആ മുതൽ ആ വരെ ഹിന്ദിയിൽ എഴുതാൻ പറഞ്ഞാൽ സാധാരണ കുട്ടികളത് വരിക്ക് എഴുതിപ്പോവും. അതേസമയം ഇടയ്ക്ക് ഈ മുതൽ ഔ, അല്ലെങ്കിൽ ഔ വരെ എഴുതാൻ പറഞ്ഞാൽ അവർക്ക് വീണ്ടും ആ മുതൽ തന്നെ എഴുതേണ്ടി വരും. അതുപോലെ തന്നെ വ്യഞ്ജനാക്ഷരങ്ങളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കായ്ക്ക് ഗായ്ക്കാൻ തുടങ്ങി യാ, രാ, ലാവ, ഷ, ഷ, സാഹ, പിന്നെ ഇക്ഷ, ഇത്ര, ഇജ്ഞ, ഇതിൽ സാഹ വരെയാണ് പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഇപ്പോൾ മലയാള അക്ഷരം ജായുടെ ഹിന്ദി എഴുതാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ച, ഇച്ച മുതൽ എഴുതേണ്ടി വരും, അല്ലെങ്കിൽ ക, ഇഖ മുതൽ എഴുതേണ്ടി വരും. അപ്പോൾ ഇതാണ് കുട്ടികൾക്ക്, പ്രത്യേകിച്ചും താഴ്ന്ന ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ ആ മുതൽ ഔ, ആ, പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, മലയാളത്തിൽ എ കഴിഞ്ഞാൽ എ എന്നും ഓ കഴിഞ്ഞാൽ ഓ എന്നുള്ള അക്ഷരമുണ്ട്. പക്ഷേ ഹിന്ദിയിൽ എ കഴിഞ്ഞാൽ എ ഇല്ല, പകരം ഐ, ഓ കഴിഞ്ഞാൽ ഓ ഇല്ല, പകരം ഔ എന്ന് വെച്ചാൽ രണ്ടിനും ഒരേ അക്ഷരമാണ്. അപ്പോൾ 2 അക്ഷരം കുറവാണ് സ്വരാക്ഷരങ്ങളിൽ. അപ്പോൾ ഈ സ്വരാക്ഷരങ്ങൾ എഴുതി പഠിക്കുമ്പോൾ നിർബന്ധമായും സ്വരാക്ഷരങ്ങളായാലും വ്യഞ്ജനാക്ഷരങ്ങളായാലും അതിൻ്റെ മുകളിൽ മലയാള അക്ഷരങ്ങൾ കൂടെ, ഇപ്പോൾ സ്വരാക്ഷരങ്ങൾ ഹിന്ദി ആ എഴുതുമ്പോൾ അതിൻ്റെ മുകളിൽ മലയാളം ആ, അങ്ങനെ വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതി വേണം പഠിക്കാൻ. 1, 2, ഇപ്പം നിങ്ങളോട് മലയാളത്തിൽ ഞ എന്ന് പറയുന്ന അക്ഷരം എഴുതിയിട്ട് അതിൻ്റെ ഹിന്ദി എഴുതാൻ പറഞ്ഞാൽ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. അത് നിങ്ങൾ ആദ്യം മുതൽ എഴുതി വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവിടെയാണ് അക്ഷരങ്ങളുമായിട്ടുള്ള ഒരു പൊരുത്തം. ഇന്ന അക്ഷരങ്ങൾ പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മളിപ്പോൾ ജയൻ എന്ന് എഴുതുന്നു, അപ്പോൾ ആദ്യം നമുക്ക് വരുന്നത് ഹിന്ദി അക്ഷരം ജ വേണം. അപ്പം അതിങ്ങനെ ആ പറയുന്ന സമയത്ത് തന്നെ അക്ഷരം നമ്മുടെ മനസ്സിൽ വരണം. അതുപോലെ യ എങ്ങനെ ന. അപ്പോൾ നമ്മൾ ശരിക്കും ഈ എഴുതുമ്പോൾ അക്ഷരത്തിൻ്റെ ഉച്ചാരണം വെച്ച് ജയന എന്നാണ് എഴുതുന്നതെങ്കിലും ജയൻ,
അല്ലെങ്കിൽ നാക്ക് ഇങ് ഉച്ചാരണം വരും, ലാക്ക് അവസാനം വരുമ്പോൾ ഈ ഉച്ചാരണം വരും. അത് ക്രമേണ നമ്മുടെ പിന്നെ അക്ഷരങ്ങളുടെ ഉപയോഗങ്ങളിലൂടെ വരും. പിന്നെ മറ്റൊന്ന്, ഇപ്പം അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കും. ഇപ്പോൾ മലയാളത്തിന് നമ്മളിപ്പോൾ കാലം എന്നെഴുതുന്നു. അപ്പോൾ കാ ഇട്ടിട്ട് ദീർഘം, അതുപോലെ തന്നെ പിന്നെ കീ എന്നെഴുതുമ്പോഴേക്കും അല്ലെങ്കിൽ തീ എന്നെഴുതുമ്പോഴേക്കും വലത് സൈഡ് വള്ളി, ദീർഘം വരുമ്പോൾ അതിനെ ചുഴിപ്പിടണം, പിന്നെ അടയാളം. ഇപ്പോൾ അവിടെ ഒരു കാര്യം വ്യക്തമാണ് നമുക്ക്. ഇപ്പോൾ കാ അതിനോട് ദീർഘമിട്ടാൽ കാ എന്ന് വായിക്കും, ലായുടെ കൂടെ ദീർഘമിട്ടാൽ ലാ എന്ന് വായിക്കും. അപ്പം അതുപോലെ തന്നെ ചായയുടെ കൂടെ നമ്മൾ വലത് സൈഡ് വള്ളിയിട്ടാൽ ചീ എന്ന് വായിക്കും, പിന്നെ തായുടെ കൂടെ ദീർഘമിട്ടാൽ തീ എന്ന് വായിക്കും. എന്ന് പറഞ്ഞാൽ ചിഹ്നങ്ങളെല്ലാം ഈ ദീർഘം, ഹ്രസ്വം, ഈറടയാളം, ഈ ചിഹ്നങ്ങളെല്ലാം ഒന്നാണ്, പക്ഷേ അക്ഷരങ്ങൾ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ ചിഹ്നങ്ങൾ പഠിച്ച് അക്ഷരങ്ങൾ വ്യക്തമാണെങ്കിൽ നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കാൻ പറ്റും. അപ്പൊ ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാത്തതിൻ്റെയോ അല്ലെങ്കിൽ സ്കൂൾ ക്ലാസ്സുകളിൽ ഫോളോ ചെയ്യാത്തതിൻ്റെയോ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു ഗൈഡ് ലൈൻ അല്ലെങ്കിൽ ഒരു മാർഗനിർദ്ദേശം കിട്ടാത്തതിൻ്റെയോ ഒരു കാരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനൊക്കെ ബൈഹാർട്ട് ചെയ്യാം. പിന്നീട് നിങ്ങൾ തന്നെ ഇരുന്നിട്ട് 5 അക്ഷരമോ 10 അക്ഷരമോ വെച്ച് പഠിച്ചിട്ട് സ്വയം ഓരോ അക്ഷരങ്ങൾ, ഇന്ന അക്ഷരം ഇങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ ചവർഗത്തിൽ വരുന്ന ഞായുടെ ഹിന്ദി ഒരാൾ മലയാളത്തിൽ എഴുതി തരുമ്പോൾ അത് നിങ്ങൾ എഴുതി നോക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ഈ അക്ഷരങ്ങളിലുള്ള കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമേ മാറ്റണം. അത് മാറ്റാത്തതിൻ്റെ കുഴപ്പമാണ് നമുക്ക് പലപ്പോഴും വായനയിൽ വരുന്നത്, വായിക്കാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആദ്യം വായനയാണ് ആവശ്യം. അത് കഴിഞ്ഞിട്ട് ഈ ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഇത് കൂട്ടിച്ചേർത്ത് വായിക്കുക. അക്ഷരങ്ങൾ ഏതൊക്കെയാണ്, മലയാള അക്ഷരങ്ങളുടെ ഹിന്ദി ഏത് വരുന്നു, പിന്നെ ചിഹ്നങ്ങൾ ചേർക്കുക. അപ്പോൾ ഈ മലയാള അക്ഷരങ്ങളും അല്ലെങ്കിൽ ഹിന്ദി അക്ഷരങ്ങളുടെ മലയാളവും ചിഹ്നങ്ങളും ചേർത്തുള്ള ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് തരാം. അപ്പോൾ ഈ ഒരു അക്ഷരങ്ങൾ തറവായാൽ മാത്രമേ നമുക്ക് ഹിന്ദി എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രഭാഷ നമുക്ക് ഉപയോഗിക്കാനും മറ്റുമൊക്കെ പറ്റുള്ളൂ. കാര്യം പിന്നെ +1 +2 ഒക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് മലയാളം, ഹിന്ദി വേണമെങ്കിൽ മലയാളം പഠിക്കാം, ഡിഗ്രിക്കും അതുപോലെ തന്നെയാണ്. പക്ഷെ ഈ മറ്റ് ചെറു ക്ലാസ്സുകൾ വരുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ വ്യക്തമായിട്ടുള്ള ആ ഒരു നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ദൃഢനിശ്ചയം വേണം. അതുകൊണ്ടാണ് ഹിന്ദി എന്ന് പറയുന്ന ഭാഷ, ഹിന്ദി എന്ന് മാത്രമല്ല, നിങ്ങളിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോഴും അതുപോലെ തന്നെ ഇപ്പം ഈ എന്ന് പറയുന്ന വാക്കിൻ്റെ മലയാള ഉച്ചാരണം എന്ന് പറയുന്നത് ആ, അതുപോലെ ആ എന്ന് വരും. ഇപ്പം അരുൺ എന്ന് എഴുതുമ്പോൾ ആറിൻ്റെ ര അല്ലെങ്കിൽ റ, യു ഊ വരും. അപ്പം അരു ഇൺ ഇൻ ഇങ്ങനെ വരും. അപ്പോൾ എക്ക് അതുപോലെ തന്നെ ആ എന്നുള്ള ഉച്ചാരണവും ആ എന്നുള്ള ഉച്ചാരണം എ എന്നുള്ള ശബ്ദമാണ് മലയാളം. എയ്റോപ്ലെയിൻ എന്ന് എഴുതുമ്പോൾ അവിടെ എ എഴുതുമ്പോൾ AER ആണ് വരുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഇംഗ്ലീഷിൽ ഇതുപോലെ ഓരോ അക്ഷരങ്ങൾക്കും ബിക്ക് ബ, അതുപോലെ തന്നെയാണ് ഹിന്ദിയിലും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ അക്ഷരങ്ങൾ ആദ്യമായിട്ട് തറവാക്കുകയും ആ മലയാള അക്ഷരങ്ങളും ഇതും വെച്ചിട്ട് നിങ്ങളത് വായിച്ച് പഠിക്കുകയാണ് വേണ്ടത്. ഇത് ചിലപ്പോൾ ഇപ്പോൾ മുതിർന്ന ക്ലാസ്സിൽ കുട്ടികൾ ചിലപ്പോൾ അറിയാവുന്നവർക്കാണെങ്കിൽ ഇതൊരു പുതിയ അറിവല്ല എന്ന് തോന്നായിരിക്കും. എന്നാലും എൻ്റെ ബേസിക് എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ഞാനത് ബേസിക് കോൺസെപ്റ്റ് എന്നുള്ള ആ ഒരു തന്നെ ഉപയോഗിക്കാൻ കാരണം, അത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ അക്ഷരങ്ങൾ പഠിച്ചതിന് ശേഷം ഓരോരോ പാഠങ്ങളായിട്ട് നിങ്ങൾക്കത് വായിക്കുവാൻ പറ്റും. പിന്നീട് വരുന്നത് ഈ കൂട്ടക്ഷരങ്ങളൊക്കെ വരും. ഇപ്പോൾ ഇക്ക എന്നുള്ളതിന് കായുടെ പകുതിയും കായും, ഇപ്പ പായുടെ പകുതിയും പായും, ഇങ്ങനെയുണ്ട്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വരാക്ഷരവും വ്യഞ്ജനാക്ഷരവും ദീർഘം നിങ്ങളൊക്കെ ചേർത്തിട്ടുള്ള അത് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ചില അക്ഷരങ്ങൾ തമ്മിൽ ഹിന്ദിയിൽ സാമ്യമുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ക, ഇഖ, ഗ, ഖ, ങ, ലാസ്റ്റിൽ എസ് പോലെ ഇട്ടിട്ട് വലത് സൈഡിൽ ഒരു കുത്തുണ്ട്. ഇപ്പോൾ എഴുത്ത് ഭാഷയിൽ അങ്ങനെ ഇടാറില്ല. എന്നാലും അത് ആ ങ എന്ന് പറയുന്ന അക്ഷരം പോലെ തന്നെയാണ് ഡ, ഇഠ, ഡ, അതും എസ് പോലെയാണ്. അപ്പോൾ ആ അക്ഷരത്തിൽ കുത്തുണ്ട്, ഈ അക്ഷരത്തിൽ കുത്തില്ല. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഡായും ആ എസ് പോലെ ഇട്ടിട്ട് കുത്തിട്ട് കഴിഞ്ഞാൽ ങായും ആയിപ്പോവും. ഒന്ന്. അതുപോലെ തന്നെ സാമ്യമുള്ള അക്ഷരങ്ങൾ വേറെയുമുണ്ട്. ഇപ്പോൾ ക, ഇഖ, ഗ, ഖ, ആ ഖ പോലെ തന്നെയാണ് അതിന് ചേർത്ത് വരയിടും. പക്ഷെ ത, ഇഥ, ദ, ധ വരുമ്പം അതിന് ചേർത്ത് വരയിടില്ല. അപ്പം നിങ്ങൾ ധ എഴുതാൻ, ന മുറിച്ചിടുന്ന ധ എഴുതാൻ ഉദ്ദേശിക്കുമ്പോൾ
അറിയാതെ ചേർത്ത് വരയിട്ട് പോയാൽ ധൻ എന്നുള്ളത് ഖൻ എന്നായി മാറും. ധൻ എന്ന് പറഞ്ഞാൽ സ്വത്തും, ഖൻ എന്ന് പറഞ്ഞാൽ തിക്ക് എന്നുള്ള അർത്ഥമാണ്. അത് എല്ലാ അക്ഷരങ്ങൾക്കും ഉണ്ട്. ഓരോ അക്ഷരങ്ങളിലും ആ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം. അതായത് ചേർത്ത് വരയിടുന്നത് കൊണ്ട് ഒരേ സമയമുള്ള ചേർത്ത് വരയിടാത്തതുമാണ്. അത് അക്ഷരങ്ങൾ അറിയാവുന്ന, നിങ്ങൾ നേരത്തെ എഴുതി പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അതിലൂടെ പോകുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ഈ ഉയർന്ന ക്ലാസ്സുകളിലെ ഒരു 8, 9, 10 പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് എഴുതേണ്ടുന്നതിൻ്റെയും അതുപോലെ തന്നെ സ്വയം എഴുതാനുള്ള ഒരു കേപ്പബിലിറ്റി ഇവിടെ നിങ്ങൾക്ക് വരണം. കാരണം പണ്ടുകാലത്തൊക്കെ, അല്ലെങ്കിൽ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു പാഠം, അതിൽ ക്വസ്റ്റ്യൻ ആൻസർ പാഠത്തിൽ തന്നെ ഉണ്ടാവും. വാക്യത്തിൽ പ്രയോഗിക്കുക, വാക്യമേ പ്രയോഗിക്കുക, പിന്നെ സ്ത്രീലിംഗി, പുല്ലിംഗി, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളായിരുന്നു. പക്ഷെ ഇപ്പോൾ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ലെറ്റർ റൈറ്റിംഗ് ഉണ്ട്, ചിലപ്പോൾ ഡയറി എഴുതേണ്ടി വരും, ചിലപ്പം വാർത്താലാപ്, കോൺവെർസേഷൻ, സംഭാഷണം എഴുതേണ്ടി വരും, പിന്നെ പോസ്റ്റർ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ പുസ്തകത്തിൻ്റെ എക്സസൈസിൽ വരുന്നത് തന്നെ വരണം എന്നില്ല, ചിലപ്പോൾ ലക്കിന് കിട്ടാം. പക്ഷെ അതല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് എഴുതുവാനുള്ള ഒരു കഴിവ് വേണം. അപ്പോൾ അത് ഒരിക്കലും ഒരു അസാധ്യമായിട്ടുള്ള ഒരു സംഗതി അല്ല. ഇറ്റ്സ് നോട്ട് ആൻ ഇമ്പോസിബിൾ ടാസ്ക്. എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. എഴുതാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മലയാളം നമ്മൾ സംസാരിക്കുന്നു. അതെന്തുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ ദിവസവും ചെറുതിലെ മുതൽ കേൾക്കുന്ന ഭാഷയാണല്ലോ മലയാളം. പക്ഷേ ആ മലയാളത്തിന് നമ്മൾ പ്രത്യേകിച്ച് ഈ സ്പോക്കൺ മലയാളം ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ പോകേണ്ട കാര്യമില്ല. കാര്യം നമ്മൾ സംസാരിച്ച് കേട്ട് പഠിക്കുന്നത്. അതുപോലെ ഹിന്ദി ആയാലും ഇംഗ്ലീഷ് ആയാലും, ഇപ്പോൾ ഗൾഫ് നാടുകളിൽ പോകുന്ന ആൾക്കാർ, ഹിന്ദുക്കളൊക്കെ തന്നെ വന്നിട്ട് അറബി സംസാരിക്കാറുണ്ട്. അതെന്താണ്, അവിടെ അവർ കേട്ട് പഠിക്കുന്നതാണ്. തമിഴ്നാട്ടിൽ പോയി കുറേ കാലം കഴിയുമ്പോൾ തമിഴ് പഠിക്കാറുണ്ട്. അപ്പോൾ അതിനൊന്നും പ്രത്യേകിച്ച് നമ്മൾ ക്ലാസ്സിൽ പോകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ലാക്ക് ഓഫ് ബേസ് ആണ്. അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു തരാത്തതിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ വിട്ടുകളയുന്നതായിരിക്കാം. അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത്, സംസാരിക്കാനും നമുക്ക് പറ്റും, എഴുതാനും പറ്റും. അപ്പോൾ അതിന് ആദ്യം നമ്മൾ അക്ഷരങ്ങൾ അറിയണം, വായിക്കാൻ പഠിക്കണം. പിന്നീട് ഈ പറഞ്ഞതുപോലെയുള്ള ഡയറി ആണെങ്കിലും കോൺവെർസേഷൻ ആണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്കൂളിൽ ഒരു ദിവസം അനുഭവങ്ങളെ കുറിച്ച് ആണെങ്കിലും പറഞ്ഞെങ്കിലും നമുക്കത് എഴുതാനായിട്ടുള്ള ഒരു കഴിവ് നമുക്കുണ്ടാകണം. കാര്യം നമ്മൾ കാണാതെ പഠിച്ചുകൊണ്ട് പോകുന്ന ചോദ്യം തന്നെ വരണം എന്നില്ല. അക്ഷരത്തെറ്റുകൾ ഒരിക്കലും വരാൻ പാടില്ല. അക്ഷരത്തെറ്റുകളൊക്കെ വരുത്തി കഴിഞ്ഞാൽ ചിലപ്പം പേപ്പർ നോക്കുന്ന ആൾ എന്നോട് കുറച്ച് കൂടുതൽ താല്പര്യമുള്ളതാണെങ്കിൽ അതിനെല്ലാം മാർക്ക് കുറയും. അപ്പോൾ അത് പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടുന്ന സംഗതിയാണ്. അപ്പം ഞാനിപ്പോൾ ഞാൻ തുടക്കം ആയതുകൊണ്ട് എൻ്റെ ഒരു ആദ്യത്തെ സംരംഭം, ഞാൻ യഥാർത്ഥത്തിൽ ഇത് കോവിഡിൻ്റെ തുടക്കകാലത്തൊക്കെ തുടങ്ങണം എന്ന് വിചാരിച്ചിരുന്നതാണ്. കാരണം കോവിഡിന് ശേഷം വിദ്യാഭ്യാസ രംഗം ആകെ തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ സ്കൂളുകളിലോ ട്യൂഷൻ സെൻ്ററോ ഒന്നും സ്വതന്ത്രമായി പഠിക്കാനൊന്നും പറ്റാത്തൊരു സാഹചര്യമാണ്. ഓൺലൈൻ ക്ലാസ്സുകൾ എത്ര പേര് അറ്റൻഡ് ചെയ്യുന്നത്, എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് നമുക്കറിയില്ല. അപ്പം ഇതും പ്രകാരം, അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യങ്ങൾ എനിക്കിപ്പോഴും അതിനുള്ള സമയം അല്ലെങ്കിൽ സാധ്യമായുള്ളൂ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടെ പൊതുവായിട്ട് നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ചില വാക്കുകളും അവ തമ്മിലുള്ള വ്യത്യാസങ്ങളും അതൊക്കെ എന്താണ് എന്നുള്ളത്, അതായത് ബഹുമാന സൂചകമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതാണ്, നമ്മുടെ സമപ്രായക്കാർ അഭിസംബോധന ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഏതാണ്, ഇങ്ങനെയൊക്കെ ഉള്ളത് കൃത്യമായിട്ട് വിത്ത് നോട്ട്സ് അങ്ങനെ കിട്ടും. അതെങ്ങനെയാ വെച്ചാൽ ഞാൻ വാട്സപ്പിൽ തരും. അതിനകത്തുള്ള സംശയങ്ങളെല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്തൊരു ക്ലാസ് കൂടെ വേണ്ടി വരും. ഇതിൻ്റെ ഒരു പ്രിഫേസ് അല്ലെങ്കിൽ ആമുഖം എന്ന രീതിയിൽ എനിക്ക് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ വ്യക്തമായിട്ട് അതിനകത്ത് ബേസ്ഡായിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതിനും പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, അക്ഷരങ്ങൾ സ്വർ ഔർ വ്യഞ്ജൻ, സ്വരാക്ഷരവും വ്യഞ്ജനാക്ഷരങ്ങളും അത് ഇതുവരെ അറിഞ്ഞുകൂടാത്തവരോ സംശയമുള്ളവരോ എഴുതി ഓരോ അക്ഷരത്തിൻ്റെ മുകളിലും മലയാളം കൂടെ എഴുതി പഠിക്കണം. എന്നിട്ട് മറിച്ചും തിരിച്ചൊക്കെ നിങ്ങൾ എഴുതുന്നത് ക്രമത്തിൽ എഴുതിയാൽ നിങ്ങൾ എഴുതി പോകും. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് സ്വരാക്ഷരം ഐ എഴുതാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും. പിന്നെ ഓ എന്നുള്ള അക്ഷരം പറഞ്ഞാൽ ഓ എന്നുള്ള അക്ഷരം ഇല്ല, അതിന് അല്ല ഓ എന്നുള്ളത് തന്നെയാണ് ഓയ്ക്ക് ഉള്ളത്. പിന്നെ എ
ഈ രണ്ടിനും ഒരു അക്ഷരമാണുള്ളത്. വ്യഞ്ജനാക്ഷരങ്ങളും സിമിലർ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് അതിന്റെ വ്യത്യാസം മനസ്സിലാക്കുക. ഈ മലയാളത്തിൽ പിന്നെ ഉള്ളത് അത് തന്നെ, അതേ ഹിന്ദി അക്ഷരം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇപ്പം ധനപാലൻ എന്നുള്ളത് ധ ന പ ല ന ധനപാലൻ, ഇങ്ങനെ നിങ്ങൾക്ക് അത് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും തുടക്കം എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു ഒരു ഇൻട്രൊഡക്ഷൻ്റെ ഒരു പകുതി ഭാഗം ഞാൻ പറയില്ല, അടുത്ത ക്ലാസ്സിൽ അല്പം കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം 8, 9, 10, +1, +2 ഇതിലെല്ലാം നിങ്ങൾക്ക് ചിലപ്പോൾ നേരത്തേക്ക് പാഠങ്ങൾ തുടങ്ങിയിട്ടുണ്ടാകും. ചിലപ്പോൾ നിങ്ങൾ വേറെ എങ്കിലും ഇതുപോലെ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കഴിയുന്നിടത്തോളം ആദ്യത്തെ ലെസൺ മുതൽ തന്നെ 8ാം ക്ലാസ് മുതൽ 10 വരെ, ഞാൻ ഡിഗ്രി സെക്കൻഡ് വരെ ക്ലാസ് എടുക്കുന്ന ഒരാളാണ്, അതിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. അത് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഹിന്ദി എന്ന് പറയുന്ന ഭാഷ, ഹിന്ദി മാത്രമല്ല ഈവൻ എനി ലാംഗ്വേജ്, അത് പഠിക്കണമല്ല. പക്ഷെ തൽക്കാലം നമ്മൾ ഫോക്കസ് ചെയ്യുന്നതും എൻ്റെ വിഷയം ഹിന്ദി ആയതുകൊണ്ടും ആണ് ഞാൻ ഹിന്ദിയെ ബേസ് ചെയ്തുകൊണ്ട് ഒരു മോട്ടിവേഷൻ ക്ലാസ്സൊന്നും ബേസ് വന്നിട്ടുള്ള ഒരു ക്ലാസ്സും തുടങ്ങാനായിട്ട് ഞാൻ എന്നെ ഉദ്ദേശിച്ചത്. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക, ആദ്യത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ ഒരു ഇനാഗുറൽ എപ്പിസോഡ് എന്ന് പറയാം. വ്യക്തമായിട്ട് നിങ്ങൾ കേൾക്കുക, ഞാൻ പറഞ്ഞ രീതിയിലുള്ള വർക്കുകൾ ചെയ്യുക. വീണ്ടും ആവർത്തിക്കുകയാണ്, ചിലപ്പോൾ ഒരു എപ്പിസോഡ് എനിക്ക് വേണ്ടി വരും ഇതിൻ്റെ ഒരു പൂർണ്ണതയിൽ. കാര്യം നിങ്ങളത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതെന്താണെന്നുള്ളത് ഞാൻ അടുത്ത ക്ലാസ്സിൽ വ്യക്തമാക്കാം. അതിനോടൊപ്പം സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ വലിയവർക്കാണെങ്കിൽ അവർ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ രീതിയിൽ പഠിക്കുന്നത് മൊത്തത്തിലുള്ളൊരു ഈ അക്ഷരങ്ങൾ അതിൽ കൺഫ്യൂഷനുള്ള ആ ഒരു മൊത്തത്തിലൊരു കുട്ടികൾ അല്ലെങ്കിൽ ഇന്ന ക്ലാസ്സിന് വേണ്ടിയിട്ട് ആണ് ഞാൻ പറഞ്ഞത്, അങ്ങനെയല്ല, എല്ലാവർക്കും ഇത് എടുക്കാൻ പറ്റും. അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ കുറെ കൂടെ അടുത്തടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അപ്പോൾ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉൾക്കൊണ്ടിട്ട് ആ തരത്തിലേക്ക് പോവും എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അവിടെ എന്താണെന്നുള്ളത്. അപ്പോൾ അതുവരെ നിങ്ങൾ ഈ ഒരു കാര്യം വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, താങ്ക് യു.